Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ. അതില് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ നമ്മളൊരു മൂവ് ആവുന്നത് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. അതായത് ഇന്റേണൽ ഫാക്ടേഴ്സ് that affects the recruitment process. Recruitment process നെ affect ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സ് ഏതെല്ലാമാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പേജ് നമ്പർ 16 ആണ്. നോക്കാം. Internal factors. The factors that can be regulated by the organization itself are called internal factors. നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. There are various internal factors in the organization which influence the recruitment program. താഴെ പറയുന്നതാണ് വേരിയസ് ആയിട്ടുള്ള ഇന്റേണൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആണ്. Then recruitment policy, size of the firm and the cost. നമുക്ക് നോക്കാം. ആദ്യത്തത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. How many employees are to be recruited and required qualifications have been determined with the help of effective human resource planning. നമുക്ക് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് വേണം, എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ള എംപ്ലോയീസിനെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെ കണ്ടെത്താനായിട്ട് പറ്റും. റിക്രൂട്ട്മെന്റ് പോളിസീസ്, ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ റിക്രൂട്ട്മെന്റ് പോളിസീസ് ഉണ്ടാകും, ഡിഫറെന്റ് ആയിരിക്കും. The aim of recruitment are stated in the recruitment policy of the organization. അത് ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിന്റെ എയിം എന്താണെന്ന് റിക്രൂട്ട്മെന്റ് പോളിസിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. It also give an outline for execution of the recruitment program. റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്രൂട്ട്മെന്റ് പോളിസീസ് റെഫർ ചെയ്യാൻ പറ്റും. സോറി, റിക്രൂട്ട്മെന്റ് പോളിസിയുടെ ബേസിലായിരിക്കും നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് സൈസ് ഓഫ് ദ ഫേം. Another vital factor that affects the process of recruitment is the size of the organization. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്, നമ്മുടെ ഓർഗനൈസേഷൻ സൈസ്. If the organization is to broaden its operation and its grow its business, it will plan for hiring more employees to carry out its functions. നമ്മുടെ ഓർഗനൈസേഷൻ കുറച്ചും കൂടി എന്ത് ചെയ്യാണ്, നമ്മുടെ ഓപ്പറേഷൻസ് ഒക്കെ കൂട്ടാണ്, അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ച് തുടങ്ങാണ്, പുതിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ബിസിനസ് എന്ത് ചെയ്യാണ്, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കൂടുതലായിട്ട് എംപ്ലോയീസിനെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് എംപ്ലോയീസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സൈസ് ഓഫ് ദ ഫേമും റിക്രൂട്ട്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലാർജ് സ്കെയിൽ ബിസിനസ് ആണെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ എണ്ണം കൂടുതലായിരിക്കും, സ്മോൾ ആണെങ്കിൽ അത്രയും വേണം. കോസ്റ്റ് ആണ്. റിക്രൂട്ട്മെന്റ് എക്സ്പെൻസ് ആർ ബോൺ ബൈ എംപ്ലോയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, റിക്രൂട്ട്മെന്റ് എക്സ്പെൻസ് ആരാണ് ബോൺ ചെയ്യുന്നത്, എംപ്ലോയർ ആണ് ബോൺ ചെയ്യുന്നത്. സോ എംപ്ലോയർ ബോൺ ചെയ്യുന്ന എക്സ്പെൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാരണം നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ വേണം, അല്ലെങ്കിൽ എംപ്ലോയീസിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സെലക്ട് ചെയ്യാനായിട്ട്. അല്ലാത്ത പക്ഷം നമുക്ക് വീണ്ടും അതേ എക്സ്പെൻസ് റിപ്പീറ്റ് ആയിട്ട് വരും. നമ്മൾ ആ ഒരു എംപ്ലോയീസ് സെലക്ട് ചെയ്ത മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ നമുക്ക് നഷ്ടം, ഒത്തിരി കോസ്റ്റ്ലി നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്. റിക്രൂട്ട്മെന്റ് എക്സ്പെൻസ് ആർ ബോൺ ബൈ എംപ്ലോയർ. Therefore, organization try to make use of that resource recruitment which give more output in less cost. അപ്പൊ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നല്ല റിസോഴ്സ് വേണം സെലക്ട് ചെയ്യാൻ. കോസ്റ്റ് കുറവുള്ള റിസോഴ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കോസ്റ്റ് കുറവുള്ള ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് പറഞ്ഞാൽ ട്രാൻസ്ഫർ, പ്രൊമോഷൻ ഒക്കെയാണ് അല്ലെ. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം. അത് നമുക്ക് എക്സ്ട്രാ ചെലവുകൾ വരുന്നില്ല. അപ്പോൾ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സിനെയാണ്
ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആണ്. എന്ത് നമ്പർ ഓഫ് എംപ്ലോയീസ് വേണം, എന്ത് ക്വാളിഫിക്കേഷൻ വേണം എന്നാണ് തീരുമാനിക്കുന്നത്. ഓർഗനൈസേഷൻ ആണ്, HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് റിക്രൂട്ട്മെന്റ് പോളിസി, നമ്മള് ഓരോ ഓർഗനൈസേഷനും അവരുടേതായ റിക്രൂട്ട്മെന്റ് പോളിസീസ് ഉണ്ടാവും. അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം ആ പോളിസിയിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ചായിരിക്കും നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യുന്നത്. സൈസ് ഓഫ് ദ ഫേം ആണ് നമ്മുടെ ബിസിനസിന്റെ സൈസും റിക്രൂട്ട്മെന്റ് പോളിസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സൈസ് കൂടുതലാണെങ്കിൽ മേ ബി നമ്മൾ കൂടുതലായിട്ട് ഫണ്ട്സ് എടുക്കേണ്ടതായിട്ട് വരും റിക്രൂട്ട്മെന്റ് പ്രോസസ്. കാരണം കൂടുതൽ എംപ്ലോയീസ് നമുക്ക് റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ഇന്റേണൽ ഫാക്ടർ ആണ് കോസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി എക്സ്പെൻസ് ഉണ്ട്. അത് ഫുള്ളും ഓൺ ചെയ്യുന്നത് ആരാണ്? എംപ്ലോയർ തന്നെയാണ്. സോ എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കണം. ഓക്കെ, എന്തെല്ലാമാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് ഒന്ന് റീഡ് ചെയ്തേ. തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും എക്കോ ഉണ്ടോ? സൗണ്ടിന്റെ വേറെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, നോക്കട്ടെ കേട്ടോ. നിങ്ങളൊന്ന് റീഡ് ചെയ്യേ, ഇന്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് റീഡ് ചെയ്യേ. എക്കോയിൽ നോക്കാം കേട്ടോ. ഒരു മിനിറ്റ്, നിങ്ങൾ റീഡ് ചെയ്യേ. ഒരു മിനിറ്റ്. റീഡ് ചെയ്ത് കഴിഞ്ഞോ എല്ലാവരും? ഓക്കെ, ദെൻ നമ്മൾ മൂവ് ആവുന്നത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്കാണ്. ഓക്കെ, എന്താണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്? Recruitment process involves different activity through which competent potential candidates are searched as specified by human resource planning, job specification. Recruitment process is shown below. Recruitment process എന്ന് പറയുന്നത് ഡിഫറെന്റ് ആക്ടിവിറ്റീസിന്റെ കോമ്പിനേഷൻ ആണ്. ഈ ആക്ടിവിറ്റീസ് എന്തിനാ കണ്ടക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കോമ്പീറ്റന്റ് ആയിട്ടുള്ള നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സെർച്ച് ചെയ്യാനാണ്. അത് ആര് പറഞ്ഞിട്ടുണ്ടാവും? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ടാവും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ള, പിന്നെ ജോബ് സ്പെസിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിനെയാണ് നമുക്ക് ആ ജോബിലേക്ക് വേണ്ടത്. സോ ആ എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ ആണ് കേട്ടോ. ശരിക്കും നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ 6 എണ്ണമാണ് ഉള്ളത്. ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ് ആണ്. എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് വേണം റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യാൻ? റിക്രൂട്ട്മെന്റ് എത്ര എംപ്ലോയീസ് നമുക്ക് റിക്രൂട്ട് ചെയ്യണം? എന്ത് ജോബ് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം? അവർക്ക് എന്ത് സ്പെസിഫിക്കേഷൻ വേണം? ഇനി ഏത് സോഴ്സ്, ഐഡന്റിഫൈങ് ദ റിക്രൂട്ട്മെന്റ് സോഴ്സ്, ഏത് സോഴ്സിൽ നിന്നാണ്? ഇന്റേണൽ സോഴ്സ് ഞാൻ പറയും. 2 ടൈപ്പ് സോഴ്സ് ഉണ്ട്, ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും. അപ്പൊ അതിൽ ഏത് സോഴ്സിൽ നിന്നാണ് നമ്മൾ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്? കോൺട്രാക്ടിന്റെ സോഴ്സ്, അവരായിട്ട് എങ്ങനെ കോൺടാക്ട് ചെയ്യണം? പിന്നെ ആപ്ലിക്കേഷൻ പൂള്, ആപ്ലിക്കേഷൻ എങ്ങനെ റിസീവ് ചെയ്യണം? ദെൻ ആണ് സെലക്ഷൻ പ്രോസസ്സ്. ദെൻ അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. ഇതെല്ലാ പ്രോസസ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്റ്റേജിൽ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
ഇത് നോക്കിയാൽ അറിയാൻ പറ്റും എല്ലാ സ്റ്റേജിലും എന്തുണ്ട്, വാലുവേഷനും കൺട്രോളും ഉണ്ട്. ഓരോ സ്റ്റേജും നമുക്കറിയാം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. അപ്പോ അത് ഈച്ച് സ്റ്റേജിലും അതിൻ്റെതായ കാര്യങ്ങൾ ഇവാലുവേറ്റും കൺട്രോളും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് വരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് പ്രോസസ് എന്താണ്? റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ആണ്. നമ്മൾ റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ആണ് ഏറ്റവും ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റെപ്പ് ആയിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ കാണുന്നത്. അതില് ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് അവിടെ വരുന്നത്. നമ്പർ ഓഫ് കോണ്ടാക്ട്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, എത്ര നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നമുക്ക് എന്ത് വേണം, റിക്രൂട്ട് ചെയ്യാൻ വേണം. അതേപോലെ ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റ്സ്, അവർക്ക് ഏത് ജോബ് ഡിസ്ക്രിപ്ഷൻ വേണം, അവരുടെ ജോബ് സ്പെസിഫിക്കേഷൻ എന്താണ്, ജോബ് ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്, എന്ത് ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ളത് തീരുമാനിക്കണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? HR ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമാണ്. എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് വേണം, അവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ. ആരെങ്കിലും ഒരാൾ വില്ലിംഗ് ആണോ ഒന്ന് റീഡ് ചെയ്യാനായിട്ട്? ടെസ്റ്റ് ഉണ്ടോ ആരെങ്കിലും കയ്യില്? കുഴപ്പമില്ല, ഞാൻ തന്നെ റീഡ് ചെയ്യാം. റിക്രൂട്ട്മെന്റ് പ്ലാനിങ് is the initial steps of recruitment process. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്, ഇനിഷ്യൽ സ്റ്റെപ്പ് ആണ് എന്ത്? റിക്രൂട്ട്മെന്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതില് it involves determining the following. താഴെ പറയുന്ന കാര്യങ്ങളാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. A, number of contact. Organization always wants to capture more than the required candidates as they want to make best choice out of the large number of candidates. The organization എപ്പോഴും വാണ്ട് ചെയ്യുന്നത് എന്താണ്? ഒരുപാട് കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻ കിട്ടണം എന്നാണ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടെങ്കിലാണ് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. It is also done because many candidates are not willing to join the organization. ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ്സും നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് വില്ലിംഗ് ആവണമെന്നില്ല. ആൻഡ് ഫ്യൂ ഓഫ് ദം മേ നോട്ട് ബി ഫുൾഫില്ലിംഗ് ദ സെലക്ഷൻ ക്രൈറ്റീരിയ. പക്ഷെ നമ്മൾ ചില ആൾക്കാർ, ചില കാൻഡിഡേറ്റ്സ് നമ്മൾ പറഞ്ഞ സെലക്ഷൻ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവില്ല. മേ ബി എക്സ്പീരിയൻസോ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ആയിരിക്കാം, അതൊരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തില്ല. സോ whenever a recruitment program is thought of, നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ മുതൽ the organization has to think about the quantity of the application. അപ്പോൾ മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻ എത്ര നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടണം എന്ന് തിങ്ക് ചെയ്യുന്നുണ്ട്. If should get in so as to fill all the vacancy with the suitable candidates. അപ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കൂടിയാലാണ് അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമുക്ക് ആ ഒരു വേക്കൻസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓർഗനൈസേഷൻ എപ്പോഴും റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മാക്സിമം അവരെ കൊണ്ട് അക്യൂർ ചെയ്യാൻ പറ്റുന്ന അത്രയും ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യാൻ നോക്കും, റിസീവ് ചെയ്യിപ്പിക്കും. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്. ഇനി ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ്, ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റ്സ് ആണ്. ഇത് pretend to individual who should be informed about the job vacancy. അപ്പൊ ഇത് എങ്ങനെയാണ് ആ ഇൻഡിവിജ്വൽസിന് ജോബ് വാക്കൻസിനെ കുറിച്ചിട്ട് അറിയിക്കേണ്ടത്? എന്തിന്റെ ബേസിലായിരിക്കും? ജോബ് ഡിസ്ക്രിപ്ഷന്റെയും ജോബ് സ്പെസിഫിക്കേഷന്റെ ബേസിലാണ് നമ്മൾ ഈ വേക്കൻസിനെ കുറിച്ചിട്ട് ഈ കാൻഡിഡേറ്റ്സിലേക്ക് എത്തിക്കുന്നത്, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അപ്പോ ഇത് pretend to the individual who should be informed about job vacancy. അപ്പോ ജസ്റ്റ് ആണ് HR ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഇന്ന പോസ്റ്റ്, ഇന്നൊരു ഓർഗനൈസേഷനിൽ ഇതൊരു പോസ്റ്റ് ഉണ്ട്, ഇന്ന ക്വാളിഫിക്കേഷൻ ആണ് അവർ പറയുന്നത്, ഇന്ന സ്പെസിഫിക്കേഷൻ ഉള്ള എംപ്ലോയീസ് എന്ത് ചെയ്യുക, ആ ജോബിലേക്ക് അപ്ലൈ ചെയ്യുക എന്നൊരു അഡ്വർടൈസ്മെന്റ് ആയിരിക്കും. ആ അഡ്വർടൈസ്മെന്റ് നോക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെയാണ് അവർ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർ മാത്രം എന്ത് ചെയ്താൽ മതി, ആപ്ലിക്കേഷൻ അയച്ചാൽ മതി.
സോ റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഇനിഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ. ഇതിൽ പറയുന്നത് നമ്പർ ഓഫ് കോൺട്രാക്റ്റും ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ്. എത്ര നമ്പർ ഓഫ് കോൺട്രാക്ട് കിട്ടുന്നു, എത്ര നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻ കിട്ടുന്നു, അത്രയും ലെസ്റ്റ് ആയിരിക്കും നമ്മുടെ സെലക്ഷൻ പ്രോസസ്. അതേപോലെ ഈ കാൻഡിഡേറ്റ്സിന്റെ ക്വാളിഫിക്കേഷനും ജോബ് സ്പെസിഫിക്കേഷൻ നമ്മൾ അവരുടെ മുൻകൂട്ടി ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ച് മാത്രം അവർ എന്ത് ചെയ്താൽ മതി, ജോബിന് അപ്ലൈ ചെയ്താൽ മതി. ദെൻ ഐഡന്റിഫൈങ് ദ റിക്രൂട്ട്മെന്റ് സോഴ്സ്. ഞാൻ പറഞ്ഞു റിക്രൂട്ട്മെന്റ് സോഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ അകത്തുള്ള എംപ്ലോയീസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ പുറത്ത് ഉള്ള എംപ്ലോയീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. വൺസ് ദ റിക്രൂട്ട്മെന്റ് പ്ലാൻ ഈസ് ഫൈനലൈസ്ഡ്, എന്താ പറയുന്നത്, റിക്രൂട്ട്മെന്റ് പ്ലാൻ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ representing the number and the type of potential candidates. Then നമ്മൾ എന്താ ചെയ്യുന്നത്, പിന്നെ റെപ്രസെന്റ് ചെയ്യുന്ന എത്ര നമ്പർ വേണം, എത്ര ടൈപ്സ് ഓഫ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് വേണം എന്നുള്ളതാണ്. They must be attracted in such a way that they offer themselves for employment. Employment ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യും. Hence it's essential to identify the source. അപ്പൊ ഇതിക്ക് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഏത് സോഴ്സിൽ നിന്നുള്ള എംപ്ലോയീസിനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കണം. Hence it is essential to identify the source of the form which these candidates be attractive. ഏത് സോഴ്സിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നമുക്ക് അട്രാക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കണം. ഞാൻ എത്ര സോഴ്സ് എന്ന് പറഞ്ഞു, രണ്ട് സോഴ്സ് പറഞ്ഞു, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. അപ്പൊ ഏത് സോഴ്സ് വേണം എന്ന് തീരുമാനിക്കും. രണ്ട് പോയിന്റ് ഒന്ന് റീഡ് ചെയ്ത്, റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങും ഐഡന്റിഫൈ ദ റിക്രൂട്ട്മെന്റ് സോഴ്സ്. റിക്രൂട്ട്മെന്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് കോൺട്രാക്ട് നമുക്ക് കിട്ടണം, ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യണം. നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റ്സ് ആയിരിക്കണം, അവർക്ക് ഏത് ജോബ് ഡിസ്ക്രിപ്ഷൻ വേണം, സ്പെസിഫിക്കേഷൻ വേണം എന്നാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിൽ ഡീൽ ചെയ്യുന്നത്. ദെൻ ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സോഴ്സിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിനെയാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. maybe internal or external, internal ആവാം or external ആവാം. അപ്പൊ ഏത് കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഏത് സോഴ്സിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഫൈനലൈസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് 2 പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്തേ.
ഓക്കെ, റീഡ് ചെയ്ത എല്ലാവരും ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? Then contracting the source. നമ്മൾ ഈ സോഴ്സ് എന്ത് ചെയ്യണം? കോണ്ടാക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ആദ്യം എന്താ പറയുക? റിക്രൂട്ട്മെന്റ് പ്ലാൻ ചെയ്തത്. നമ്പർ ഓഫ് എംപ്ലോയീസ് വേണമെന്ന് സെലക്ട് ചെയ്തു. ഏത് സോഴ്സിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ സെലക്ട് ചെയ്തു. Then third step ആണ് contracting the source. After the final decision about the source of selecting the potential candidates, the procedure for contracting these source is intimated. നമ്മളപ്പോ ഈ സോഴ്സ് എന്ത് ചെയ്യണം? എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളത് ഇന്റിമേറ്റ് ചെയ്യണം. ഇന്റേണൽ ആണെങ്കിൽ നമുക്ക് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്താൽ മതി, അല്ലെ? ഓർഗനൈസേഷൻ അകത്തുള്ള എംപ്ലോയീസ് തന്നെയാണ് റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു മീറ്റിംഗ് ഓർ നോട്ടീസ് ബോർഡിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? പബ്ലിഷ് ചെയ്താൽ മതി. എക്സ്റ്റേണൽ ആവുമ്പോൾ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, ഓർ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, ഓർഗനൈസേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ജോബ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇത്തിരി പ്രോസസ് ഉണ്ട്. ഓക്കെ, നമ്മളത് ഇന്റിമേറ്റ് ചെയ്യണം. Then recruitment is a two-way process, അല്ലേ? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ two-way process ആണ്. And there are mainly two parties. അത് മെയിൻ ആയിട്ട് രണ്ട് പേരാണ് ഉള്ളത് റിക്രൂട്ട്മെന്റിൽ. പേരാണ് മെയിൻ ആയിട്ടുള്ളത്? രണ്ട് പേരാണ് ഉള്ളത്. ഫസ്റ്റ് പറയുന്നത് റിക്രൂട്ടർ ആൻഡ് സെക്കൻഡ് റിക്രൂട്ടിംഗ്. ആരൊക്കെയാണ്? റിക്രൂട്ടറും റിക്രൂട്ടിംഗ് ആണ് ഉള്ളത്. രണ്ട് പേരും മെയിൻ ആയിട്ടുള്ളത്. Based on the information about the candidates, നമ്മൾ കാൻഡിഡേറ്റ്സ് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷന്റെ ബേസിൽ the recruiter can select the candidates. റിക്രൂട്ടർ ആണ് ഏത് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് ആരാണ്? റിക്രൂട്ടർ ആണ്. സിമിലർലി the recruiter എന്നല്ല, അത് റിക്രൂട്ടിംഗ് ആക്കണം കേട്ടോ. മിസ്റ്റേക്ക് ആണ്, ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ റിക്രൂട്ടിംഗ് ആക്കാൻ അവിടെ ഇ ആക്കി RECRITEE ചേഞ്ച് ചെയ്യാം. Similarly, the recruiting on the basis of information about the organization. Organization നിന്ന് കിട്ടിക്കുന്ന ഇൻഫർമേഷൻസ്, ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് take the decision to join the organization. നമ്മൾ ഈ ഓർഗനൈസേഷനിൽ തന്നെ ജോയിൻ ചെയ്യണോ, or apply somewhere else, വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? റിക്രൂട്ടർ ആണ്. റിക്രൂട്ടർ ആണ് ആരെ സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. റിക്രൂട്ടർ ആണ് ഓർഗനൈസേഷൻ ഇൻഫർമേഷൻ. നമ്മൾ എന്തായാലും നമ്മുടെ സ്ഥാപനത്തിൽ ജോലി കിട്ടുന്ന വിചാരിക്കും, നമ്മൾ പെട്ടെന്ന് പോയി ജോയിൻ ചെയ്യില്ല. നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. സോ അപ്പൊ എന്ത് ചെയ്യും? റിക്രൂട്ടിംഗ് ഓൺ ദ ബേസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷന്റെ ബേസിലാണ് ആ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ മറ്റെവിടെയെങ്കിലും അപ്ലൈ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. Hence, the organization must choose which information is shared with the candidates, especially in case of external resource. കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞാല് കാൻഡിഡേറ്റ്സ് ഷെയർ ചെയ്തുള്ള ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ആ ഇൻഫർമേഷന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യുന്നത്. എക്സ്റ്റേണൽ സോഴ്സ് റിക്രൂട്ട്മെന്റിലാണ് അങ്ങനെ വരുന്നത്. കാൻഡിഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷന്റെ ബേസിലും നമ്മൾ കണ്ടക്ട് ചെയ്ത ടെസ്റ്റ് സെലക്ഷൻ പ്രോസസിന്റെ ബേസിലായിരിക്കും കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിനെ കുറിച്ച് അറിയാം. സോ നമ്മളത് ഇൻഫർമേഷനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നമുക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു എന്താ പറയാ അദ്ദേഹത്തിന്റെ വർക്കും കാര്യങ്ങളും നമുക്ക് കണ്ട് മനസ്സിലാക്കിയായിരിക്കും ആ ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ് പറഞ്ഞത്, തേർഡ് പ്രോസസ് പറഞ്ഞ കോൺട്രാക്ടിംഗ് സോഴ്സ് ആണ്. നമ്മൾ ഫൈനൽ ഡിസിഷൻ എടുത്തു, സെലക്ഷൻ പ്രോസസ്സിന്റെ ഫൈനൽ ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? ഇനിഷ്യേറ്റ് ചെയ്യുക. ഈ പ്രോസസ്സിനെ കുറിച്ചിട്ട് അവരുടെ ഈ സോഴ്സ് ആണ് അതിന്റെ പ്രൊസീജിയർ എന്ത് ചെയ്യുക? അവരോട് ഇൻഫോം ചെയ്യുക. ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ടു വേ പ്രോസസ് ആണ്. രണ്ട് പേരാണ് മെയിൻ ആയിട്ടുള്ളത്, റിക്രൂട്ട് ആൻഡ് റിക്രൂട്ടർ ആണ്. ഈ ഇൻഫർമേഷന്റെ ബേസിൽ കാൻഡിഡേറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷന്റെ ബേസിലാണ്
റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ കാൻഡിഡേറ്റ്സിന് ആ ഇൻഫർമേഷന്റെ ബേസിൽ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സിനും ഒരു ഓപ്ഷൻ ഉണ്ട്, ഏത് ഓർഗനൈസേഷൻ അവർ സെലക്ട് ചെയ്യണം, ഏത് ഓർഗനൈസേഷൻ അവർക്ക് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അതിന്റെ ബേസിലായിരിക്കും റിക്രൂട്ടി എന്ത് ചെയ്യുന്നത്, ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് വരുന്നത്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ആണ് ആപ്ലിക്കേഷൻ ഫോം. ഒരു ഓർഗനൈസേഷൻ നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്ന അത്രയും എത്ര നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടാൻ പറ്റും, മാക്സിമം അത്രയും നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം, മാക്സിമം അക്യൂർ ചെയ്യാൻ നോക്കണം. ഓക്കെ, the final aim is to attract more and more candidates so as to maintain flexibility in selection. അപ്പൊ നമ്മുടെ ഫൈനൽ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. Know the matter what method of recruitment is used. ഏത് മെത്തേഡ് ആണെന്നല്ല, എത്ര നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും, അത്രയും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യാം. The organization starts receiving applications from potential candidates as soon as the source of recruitment are contracted. കോൺട്രാക്ടിന്റെ ബേസിൽ നമ്മൾ ഏത് സോഴ്സ് ആണ് യൂസ് ചെയ്തത് അതിന്റെ ബേസിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, ഏത് ടൈപ്പ് ഓർഗനൈസേഷൻ ആണ്, നല്ല ഗുഡ് വിൽ ഉള്ള ഓർഗനൈസേഷനിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും ഇല്ലേ. നല്ല ഓർഗനൈസേഷൻ, നല്ല ഗുഡ് വിൽ ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷനിൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കില്ലേ, അല്ലേ പിള്ളേരെ? ഓക്കെ, അങ്ങനെയാണ് നമ്പർ ഓഫ് ഓർഗനൈസേഷൻ ടൈപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഇത് കിട്ടുന്നത്. അതേപോലെ കൈൻഡ് ഓഫ് ജോബ്, റിസ്ക് കൂടുതലുള്ള ജോബിന് ആപ്ലിക്കേഷൻസ് കുറവായിരിക്കും, റിസ്ക് കുറവാണെങ്കിൽ ആപ്ലിക്കേഷൻസ് കൂടുതൽ കിട്ടും. കണ്ടീഷൻ ഇൻ സ്പെസിഫിക് ഹ്യൂമൻ റിസോഴ്സ്, അതേപോലെ തന്നെ എന്തെങ്കിലും ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാർക്കറ്റിൽ എന്താണ് അവസ്ഥ എന്നുള്ളതനുസരിച്ചിട്ടാണ് ഈ ആപ്ലിക്കേഷന്റെ നമ്പേഴ്സിന് വരുന്ന മാറ്റം. നല്ല ഓർഗനൈസേഷൻ ആണ്, നല്ല ഗുഡ് വിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും. ജോബ് അത്യാവശ്യം റിസ്കിയൊന്നും അല്ല, സിമ്പിൾ ആയിട്ടുള്ള ജോബ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ കൂടുതലായിരിക്കും, റിസ്കി ആയിട്ടുള്ള ജോബ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ എണ്ണം കുറവായിരിക്കും. ദെൻ ഹ്യൂമൻ റിസോഴ്സ് മാർക്കറ്റ് ഫോഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാർക്കറ്റില് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറവാണെങ്കിലോ അത്ര ആപ്ലിക്കേഷൻസ് കിട്ടണമെന്നില്ല. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആപ്ലിക്കേഷൻ കിട്ടുന്നത്. നോക്കാം. The final aim is to attract more and more candidates so as to maintain flexibility in selection. നമ്മൾ മാക്സിമം ശ്രമിക്കേണ്ടത് ഒത്തിരി കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ജോബിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ ഓർഗനൈസേഷനിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അട്രാക്ട് ചെയ്യാൻ നോക്കണം. No matter what the method of recruitment is used. ഇവിടെ ഏത് മെത്തേഡ് ആണ് എന്നുള്ളൊരു കാര്യമില്ല, ഏത് മെത്തേഡ് മുഖേനയും ഒരുപാട് എംപ്ലോയീസിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഈ പോസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അക്യൂർ ചെയ്യണം. The organization starts receiving application from the potential candidates as soon as source of recruitment are contacted. ഈ സോഴ്സിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നത്. The type of organization, the kind of job and the condition in specific human resource market. എന്തെല്ലാം കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഏത് ടൈപ്പ് ഓർഗനൈസേഷൻ ആണ്, എന്ത് ടൈപ്പ് ജോബാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. അതേപോലെ ഹ്യൂമൻ റിസോഴ്സിന്റെ എന്ത് കണ്ടീഷൻസ് പറഞ്ഞു, ഹ്യൂമൻ റിസോഴ്സ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ, അൺഎംപ്ലോയ്മെന്റ് ആണോ, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണോ, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറവാണോ, ഇതെല്ലാം നോക്കിയിട്ടാണ് ആപ്ലിക്കേഷന്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ കിട്ടുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ് ആണ്. എന്ത്, ടൈപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ, കൈൻഡ് ഓഫ് ദ ജോബ്, ദ കണ്ടീഷൻ ഇൻ സ്പെസിഫിക് ഹ്യൂമൻ റിസോഴ്സ് മാർക്കറ്റ്. ഒന്ന് റീഡ് ചെയ്ത് 2 പോയിന്റും
എല്ലാവരും റീഡ് ചെയ്തോ 2 പോയിന്റും? ഓക്കെ. ദെൻ 5th പ്രോസസ്സിലേക്ക് പോവാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. The process of classifying the applicants. നമുക്ക് അത്രയും ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും നല്ല ആപ്ലിക്കേഷൻസ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ജോബിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്തെടുക്കും. In order to hire those who are more competent for the job is called selection. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻ ഉള്ളത് ഏറ്റവും കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ പ്രോസസ് റിക്വയർസ് എക്സ്ട്രീംലി സ്പെഷ്യലൈസ്ഡ് ടെക്നിക്സ്. സെലക്ഷൻ പ്രോസസ്സിന് നമ്മൾ സാധാരണ പറയുന്നതിനേക്കാളും എക്സ്ട്രീംലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. Thus, the selection process involves expert employees. അതുകൊണ്ടാണ് സെലക്ഷൻ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള എംപ്ലോയീസിന് ആവശ്യം. Who are proficient in using selection test and conducting interview. അപ്പോൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനും സെലക്ഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാനും കോൺഫിഡന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും എന്ത് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്? സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. റിക്രൂട്ട്മെന്റിന്റെ 5ാമത്തെ സ്റ്റെപ്പാണ് സെലക്ഷൻ പ്രോസസ്സ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും കോമ്പീറ്റന്റ് ആയിട്ടുള്ള എംപ്ലോയിനെ സെലക്ട് ചെയ്യും. സെലക്ഷൻ പ്രോസസ്സിന് എക്സ്ട്രീംലി സ്പെഷ്യലൈസ്ഡ് ടെക്നിക്സ് ആൻഡ് സ്കില്ലുള്ള എംപ്ലോയീസ് ആയിരിക്കും സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അവർക്ക് നല്ല പ്രൊഫഷൻസി എന്ത് കാര്യത്തിലൊക്കെ വേണം? സെലക്ഷൻ ടെസ്റ്റിന്റെ കാര്യത്തിലും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന കാര്യത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളായിരിക്കും ഈ സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്സ് ആയിട്ട് ഇവിടെ പറയുന്നത് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ആണ്. നമ്മൾ ഓരോ സ്റ്റേജസ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ സമയത്തും നമ്മളത് ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യുന്നത്? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യണം, കൺട്രോളും ചെയ്യണം. It is necessary to enhance efficiency of recruitment attempts in future. റിക്രൂട്ട്മെന്റ് അറ്റംപ്റ്റ്സിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് it should be kept in mind the recruitment is an expensive process. അപ്പോൾ റിക്രൂട്ട്മെന്റിന് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യണം. കാരണം എന്താണ്? റിക്രൂട്ട്മെന്റ് ഞാൻ പറഞ്ഞു നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒത്തിരി കോസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നിസ്സാര എമൗണ്ട് അല്ലാണ്ട് ഒത്തിരി കോസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ആ റിക്രൂട്ട് ചെയ്യുന്ന ആള് റിക്രൂട്ടർക്ക് സാലറി കൊടുക്കണം, അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് വരുന്നുണ്ട്, HR മാനേജർക്ക് സാലറി കൊടുക്കണം, മറ്റു ചെലവുകളൊക്കെ വരുന്നുണ്ട്. ഇത്രയും ചെലവുകൾ നമ്മൾ കൊടുത്തിട്ട് എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടാണ് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അത് കാര്യം പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സ്റ്റേജിലും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇവാലുവേഷനും കൺട്രോളും നോക്കുന്നുണ്ട്. Hence, it is necessary to enhance the efficiency of the recruitment attempts in future. It should be kept in the mind the recruitment is an expensive process. വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി റിക്രൂട്ട്മെന്റ് ഇപ്പൊ ഒരാളെ റിക്രൂട്ട് ചെയ്തു, അതിൽ മിസ്റ്റേക്ക് വരും, നമ്മൾ വീണ്ടും അടുത്തൊരാളെ റിക്രൂട്ട് ചെയ്തു, ഇതിൽ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് റിക്രൂട്ട്മെന്റ് കറക്റ്റ് ഒരു എക്സ്പെൻസീവ് പ്രോസസ് ആണ്. ഇൻവോൾവിംഗ് കോസ്റ്റ് സച്ച് ആസ്, ഇതിന് ഒത്തിരി ചെലവ് വരുന്നുണ്ട്, എക്സ്പെൻസ് വരുന്നുണ്ട്. As the recruiter salary, advertisement cost, managing salary, and various other costs. It is thus necessary to evaluate the process of recruitment. So, അപ്പോൾ നമ്മൾ ഈ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താണ്? ഒത്തിരി ചെലവ് മാത്രമല്ല, ഒത്തിരി എക്സ്പെൻസും ഒത്തിരി ടൈമും നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഒത്തിരി എഫേർട്ടും വരുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സ്റ്റേജിലും എന്ത് വേണം? ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാഫ് കണ്ടപ്പോ ലാസ്റ്റത്തെ സ്റ്റെപ്പ് ആയിട്ടാണ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ പറയുന്നത്. എന്നാലും എല്ലാ സ്റ്റേജിലും എന്തുണ്ട്? ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഉണ്ട്. ഓക്കെ, എല്ലാ സ്റ്റേജിലും എല്ലാ പ്രോസസ്സിലും ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഉണ്ട്. ആ 5th 6th പോയിന്റ് ഒന്ന് വായിച്ചേ.
റീഡ് ചെയ്തോ? ക്ലിയർ ആണോ? പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെയിൻ ആയിട്ട് ഇനീഷ്യൽ സ്റ്റെപ്സ് എന്താണ്, അല്ലെങ്കിൽ വാല്യുവേഷൻ കൺട്രോൾ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ ആ പ്രോസസ് ചെയ്യുക, പഠിക്കാം. ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഞാൻ ഈ പ്രോസസ്സ് പറഞ്ഞപ്പോ മെയിൻ ആയിട്ട് റിക്രൂട്ട്മെന്റ് 2 സോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? പറഞ്ഞില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഏതൊക്കെയാണ് 2 സോഴ്സ്? എക്സ്റ്റേണൽ, ഇന്റേണൽ. ഓക്കെ, എക്സ്റ്റേണലും ഇന്റേണലും ആയിരുന്നു. അത് നോക്കാം. 2 സോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? എക്സ്റ്റേണൽ സോഴ്സും ഇന്റേണൽ സോഴ്സും. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷന് പുറത്തു നിന്നുള്ള എംപ്ലോയീസ് കാൻഡിഡേറ്റ്സ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന് അകത്തുള്ള കാൻഡിഡേറ്റ്സിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിക്രൂട്ട് ചെയ്യുന്നു. 2 സോഴ്സ് ആണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലുള്ളത്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. നോക്കാം. Source of recruitment. The source of recruitment means of selecting the candidates for the purpose of recruitment. അപ്പൊ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സോഴ്സിൽ നിന്ന് വേണം നമ്മുടെ കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാനായിട്ട്? സെലക്ട് ചെയ്യാൻ. Through the source of recruitment, one get to know about the availability of the number of suitable candidates. ഈ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിലൂടെയാണ് നമ്മുടെ ഓർഗനൈസേഷനകത്ത് എത്ര എംപ്ലോയീസ് ഈ ഒരു പോസ്റ്റ് ഈ ഒരു വർക്ക് ചെയ്യാൻ സ്യൂട്ടബിൾ ആണ്, ഓർഗനൈസേഷന് പുറത്ത് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് അവൈലബിൾ ആണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടുന്നത്. When the recruitment plan is demonstrating the number and the type of prospective candidates is finalized. നമ്മൾ റിക്രൂട്ട്മെന്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ എത്ര നമ്പർ ആൻഡ് എത്ര ടൈപ്സ് ഓഫ് കാൻഡിഡേറ്റ്സ് വേണം, ഏത് ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റ്സ് വേണമെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസിഡർ അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. This makes it is necessary to identify recruitment source from which these candidates can be attracted. അപ്പൊ നമ്മൾ നമ്പറും എന്ത് ചെയ്തു? സോഴ്സും സെലക്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഇവരെ എങ്ങനെ അട്രാക്ട് ചെയ്യും, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എങ്ങനെ ഏത് സോഴ്സിൽ നിന്ന് റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യും, അവർ നമ്മളെങ്ങനെ അട്രാക്ട് ചെയ്യും, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആ ഒരു പോസ്റ്റിലേക്ക് അവർ അപ്ലൈ ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്ന 2 സോഴ്സുകളാണ് ഏത്? ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും. There are 2 main sources of recruitment. മെയിൻ ആയിട്ട് 2 സോഴ്സ് ആണ് ഉള്ളത്, which are as follows. താഴെ പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ള 2 എന്ത്? സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. നിങ്ങൾക്ക് ഒരു ടേബിൾ പോലെ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് പറഞ്ഞിട്ട് ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ സോഴ്സിൽ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ ആണ്. എന്താണെന്ന് പറയാം. ജോബ് പോസ്റ്റിംഗ് ആണ്, എംപ്ലോയീസ് റെഫറൻസ് ആണ്, ഫോർമൽ എംപ്ലോയി, പ്രീവിയസ് ആപ്ലിക്കൻസ്. എക്സ്റ്റേണൽ സോഴ്സിനാണ് ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്. നമുക്ക് നോക്കാം. ഇന്റേണൽ സോഴ്സ് ആണ് പറയുന്നത്. This is the process of filling the job opening by choosing from the pool of existing workforce. നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പൊ വർക്ക് ചെയ്തേ ആ എംപ്ലോയീസിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു വേക്കൻസി ഫിൽ ചെയ്യുന്നു. Following method of techniques can be used by recruiting internally. നമ്മൾ ഓർഗനൈസേഷനകത്ത് തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യുമ്പോൾ താഴെ പറയുന്ന ടെക്നിക്സ് മെത്തേഡ്സിലൂടെയാണ് ആ ഒരു പ്രോസസ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പറയും സോറി കേട്ടോ, തോട്ടൻ സെക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് പോണത്.
Sorry. Okay. അപ്പോൾ transfer and promotion ആണ്. Transfer and promotion are the way of filling the job organizational job vacancies internally. നമ്മൾ ഇന്റേണൽ സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് എന്ത് ട്രാൻസ്ഫറും പ്രൊമോഷനും. Internal movements within the same grade from one job to another. ഇപ്പോ സെയിം ഗ്രേഡിൽ തന്നെ ഇപ്പോ എറണാകുളത്ത് ബ്രാഞ്ച് മാനേജർ ആയിരുന്നു, ദെൻ അദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്തു, തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു, തിരുവനന്തപുരത്ത് ബ്രാഞ്ചിലേക്ക് മാനേജർ ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്. അവിടെ ഗ്രേഡിന് ചേഞ്ച് വന്നിട്ടില്ല, അദ്ദേഹം ചെയ്യുന്ന വർക്കിന് ചേഞ്ച് വന്നിട്ടില്ല. സോ ഈ മൂവ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇന്റേണൽ മൂവ്മെന്റ്സ് വിത്തിൻ ദ സെയിം ഗ്രേഡ് ഫ്രം വൺ ജോബ് ടു അനദർ is called transfer. സെയിം ഗ്രേഡിലുള്ള അതേ ജോബുകളിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു, ട്രാൻസ്ഫർ എന്ന് പറയുന്നു. whereas നെക്സ്റ്റ് പറയുന്ന പ്രൊമോഷൻ ആണ്. whereas the movement of an employee from a lower level position to the higher level position. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണ്. നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് നല്ല രീതിയിൽ എഫേർട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും ആ എഫേർട്ട് ഒക്കെ പരിഗണിച്ച് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. അലോങ് വിത്ത് ദ ചേഞ്ചസ് ഇൻ വർക്ക്. ഹയർ ലെവലിലേക്ക് വരുമ്പോൾ വർക്കിൽ മാറ്റം വരുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസിൽ മാറ്റം വരുന്നുണ്ട്, സ്റ്റാറ്റസ് മാറുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ക്ലർക്ക് ആയിരിക്കും, ഇപ്പൊ മാനേജർ ആയെന്ന് പറയുമ്പോൾ അവിടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ, സാലറി ആൻഡ് വേജ് ഇൻസെന്റീവ്സിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഈ ടേംഡ് ആസ് പ്രൊമോഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊമോഷൻ എന്ന് പറയുന്നത്. ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു, എംപ്ലോയിനെ മൂവ് ചെയ്യുന്നു. അപ്പോ എംപ്ലോയിയുടെ വർക്കിലും റെസ്പോൺസിബിലിറ്റിയിലും സ്റ്റാറ്റസിലൊക്കെ എന്ത് വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്, ഇന്റേണൽ സോഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സ് ആണ് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ മൂവ്മെന്റ് ആണ്. സെയിം ഗ്രേഡിലുള്ള എംപ്ലോയിനെ തന്നെ മറ്റൊരു ജോബിലേക്ക് എന്ത് ചെയ്യുന്നു, അനന്തര ജോബിലേക്ക് സെയിം ജോബ് പൊസിഷൻ തന്നെയാണ് അതിലേക്ക് മാറ്റുന്നു. പ്രൊമോഷൻ എന്ന് പറഞ്ഞാല് ലോവർ ലെവലിൽ വർക്ക് ചെയ്തിട്ട് എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹയർ ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു. ദാറ്റ്സ് മീൻസ് പ്രൊമോഷൻ. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കാം, എന്താണ് ഇന്റേണൽ സോഴ്സിനും ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷനും ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ക്ലിയർ ആയോ? ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്റേണൽ സോഴ്സ് ആണ് ജോബ് പോസ്റ്റിംഗ് കേട്ടോ. ജോബ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് വേക്കൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഈ എംപ്ലോയീസ് ഒക്കെ കാണുന്ന സ്ഥലങ്ങളില് എംപ്ലോയീസിന്റെ നോട്ട്സ് ആവട്ടെ, കഫറ്റേരിയ, അവര് കോഫി ടീ സ്നാക്സ് കഴിക്കുന്ന സ്ഥലങ്ങളില്, അതേപോലെ എലിവേറ്ററിലൊക്കെ എന്ത് ചെയ്യും, നമ്മള് ഓർഗനൈസേഷനുള്ള ജോബ് ആപ്ലിക്കേഷൻ ഒരു നോട്ടീസ് ബോർഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യും. അങ്ങനെ എംപ്ലോയീസിന് ഈ ജോബിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻസ് കിട്ടി ആ ഒരു ജോബിലേക്ക് എംപ്ലോയീസ് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. ആ എംപ്ലോയീസിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യുന്നു. ഇതിനെയാണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാട്ടെ എല്ലാവരും. ഇറ്റ് ഈസ് ആൻ in-house method of recruitment. ഇതൊരു in-house method ആണ്, നമുക്ക് അറിയാൻ സോഴ്സ് ആണ്. In which notice of vacant job are posted at important place of the organization.
നമ്മൾ വേക്കന്റ് ആയിട്ടുള്ള ജോബിന്റെ നോട്ടീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടന്റ് പ്ലേസിൽ പോസ്റ്റ് ചെയ്തു. Such as the employees launch cafeteria elevators. അപ്പൊ എംപ്ലോയീസിന്റെ വിശ്രമം മുറി ഉണ്ടെങ്കിൽ അവിടെ കഫക്ടേരിയ എന്ന് പറയുമ്പോൾ ടീ സ്നാക്സ് ഒക്കെ കഴിക്കുന്ന പ്ലേസ്, elevator എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ്. And employees are provided with a large amount of time to apply for the available job. അപ്പൊ അവര് ടൈം ലിമിറ്റും കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ടൈമിനുള്ളിൽ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്താൽ മതി എന്നുള്ള ടൈം ലിമിറ്റ് കൊടുക്കും. Nowadays, job posting is being used as one of the most creative way of recruitment in organization. ഓർഗനൈസേഷന്റെ അകത്ത് തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്, ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണ് ഇത് ജോബ് പോസ്റ്റിംഗ് ആയി മാറിയിരിക്കുന്നത്. വേരിയസ് ഓർഗനൈസേഷൻ കൺസിഡർ ജോബ് പോസ്റ്റിംഗ് ആസ് ആൻ ഇൻബിൽഡ് പാർട്ട് ഓഫ് ആൻ എഫക്റ്റീവ് കരിയർ മാനേജ്മെന്റ് സിസ്റ്റം. ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നല്ല രീതിയിൽ അവരുടെ കരിയർ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇതിന്റെ ജോബ് പോസ്റ്റിംഗ്. അവർക്ക് ആ ജോബിലേക്ക് അപ്ലൈ ചെയ്യാനും അവരുടെ കരിയർ അഡ്വാൻസ്മെന്റിന് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വേരിയസ് ഓർഗനൈസേഷൻ കൺസിഡർ ജോബ് പോസ്റ്റിംഗ് ആസ് an integral part of an effective career management. Thus, it is considered to be an easiest and most commonly used method by employer to inform the employee about the job opening. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ജോബ് പോസ്റ്റിംഗ്. എംപ്ലോയർക്ക് എംപ്ലോയിനോട് ഈ ജോബ് ഓപ്പണിങ്ങിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്ന ഒരു മെത്തേഡ് ആണ് ഇത് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ജോബ് പോസ്റ്റിംഗ് സിമ്പിൾ ആണ്. നമ്മൾ ആ ജോബ് വേക്കന്റ് ആയിട്ടുള്ള ജോബിനെ കുറിച്ചുള്ള നോട്ടീസ് എംപ്ലോയീസ് കാണുന്ന സ്ഥലങ്ങളിൽ, എംപ്ലോയീസ് ലോഞ്ച് ആവട്ടെ, കഫറ്റേരിയ ആവട്ടെ, എലിവേറ്റർ ആവട്ടെ, ആ ഒരു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അതുവഴി നമുക്കത് ആ ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം നമ്മൾ അലോ ചെയ്യുന്നുണ്ട്. അതുവഴി എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിന് ആവശ്യമുള്ള അത്രയും എംപ്ലോയർക്ക് ആവശ്യമുള്ള അത്രയും എംപ്ലോയീസിന് ഈ ഒരു ഓർഗനൈസേഷൻ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനായിട്ട് പറ്റും. ഇനി എംപ്ലോയീസ് റെഫറൽ ആണ് കേട്ടോ. നെക്സ്റ്റ് മെത്തേഡ് ആണ് എന്ത്, എംപ്ലോയീസ് റെഫറൽ. യൂസിംഗ് ദ പേഴ്സണൽ കോൺടാക്ട് ടു ഫിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഈസ് നോൺ ആസ് എംപ്ലോയീസ് റെഫറൽ. എനിക്കൊരാളെ കുറിച്ചിട്ട് അറിയാം, അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന അറിയാം. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും കുറിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരാളാണ്, നല്ലൊരു പോസ്റ്റിലേക്ക് വരാം, ഓക്കെ, അത് ഞാൻ റെഫർ ചെയ്യും. ഇപ്പൊ മേ ബി ഫ്രണ്ട്സിനെ ആയിരിക്കും, ഒരു ക്ലോസ് റിലേഷനെ ആയിരിക്കും, ഒരു കാൻഡിഡേറ്റ്സ് നമുക്ക് അറിയുന്ന വ്യക്തികളെ ആയിരിക്കും. It is the reference from an existing employee regarding a candidate reached a friend or close relative. നമ്മളൊരു എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഒരു കാൻഡിഡേറ്റ്സിന്റെ മേ ബി അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആവാം, ഒരു ക്ലോസ് റിലേറ്റീവിനെ എന്ത് ചെയ്യുന്നു, റെഫർ ചെയ്യുന്നു. It is considered to be and it takes one to know one approach. അപ്പോ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിടായിരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എംപ്ലോയീസ് റെഫറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ മാനേജറിന്റെ ഡ്രൈവർ ഒരു ദിവസം ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡ്രൈവർ എന്ത് ചെയ്യുന്നു, മാനേജറോട് പറയാണ്, എന്റെ മോൻ MBA കഴിഞ്ഞു, ഇന്നൊരു ജോബിൽ നിന്ന് അല്ല ഇന്നൊരു കോളേജിൽ നിന്നാണ് ഇത്ര ശതമാനം മാർക്കൊക്കെ ഉണ്ട് ആൾക്ക്, എവിടെയെങ്കിലും എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ പറയണോട്ട് സാറി എന്ന് പറഞ്ഞു. അപ്പോ എന്ത് ചെയ്തു, എംപ്ലോയി റെഫർ ചെയ്തതാണ് അദ്ദേഹത്തിന്റെ മോനെ കുറിച്ചിട്ട് എംപ്ലോയറിന്റെ അടുത്ത് അല്ലെങ്കിൽ മാനേജറിന്റെ അടുത്ത് റെഫർ ചെയ്തു. മാനേജർ അപ്പൊ എന്ത് ചെയ്തു, മാനേജർ നമ്മുടെ ഓർഗനൈസേഷനിൽ അങ്ങനത്തെ വേക്കൻസി വരുമ്പോ എംപ്ലോയറോട് പറയും, മോനോട് അപ്ലൈ ചെയ്തോളാൻ പറയും. കാരണം എന്താണ്, നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ മകനാണ്. അപ്പൊ ആ ഒരു ഫേവറേറ്റ്സ് ഉണ്ടാവും, പക്ഷെ കൂടുതൽ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യും, ആ എംപ്ലോയിയുടെ മകനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ദാറ്റ്സ് ഫോർ എംപ്ലോയി റെഫറൽ എന്ന് പറയുന്നത്. പക്ഷെ എംപ്ലോയി റെഫറൽ വരുമ്പോ ചെറിയൊരു പ്രശ്നമുള്ള എന്താണെന്നറിയാമോ, കൂടുതലായിട്ട് ഫേവറേറ്റിസം കാണിക്കും അല്ലെ. ചില ആൾക്കാരോട് ഭയങ്കര ഫേവറേറ്റിസം ആയിരിക്കും. അപ്പൊ a major problem with this method, ഈ മെത്തേഡ് ഫേസ് ചെയ്യുന്ന മേജർ പ്രോബ്ലം എന്താണ്, if that is encourage favoritism. എന്ത് എൻകറേജ് ചെയ്യുന്നു, ഫേവറേറ്റിസം എൻകറേജ് ചെയ്യുന്നു. That is,
candidates of one community or caste are selected who may not be suitable for the job. ആ ഒരു ജോബ് ചെയ്യാനായിട്ട് ഒട്ടും സ്യൂട്ടബിൾ അല്ലാത്ത ഒരാളായിരിക്കും മേ ബി നമ്മൾ എന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഫേവറേറ്റിസം വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ സെയിം കാസ്റ്റിന്റെയും കമ്മ്യൂണിറ്റിന്റെയും ആൾക്കാരെ തന്നെ നമ്മൾ ആ ജോബിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ വർക്ക് ചെയ്യാൻ സ്യൂട്ടബിൾ അല്ലാത്ത ഒരാളായിരിക്കും മേ ബി എന്ത് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെയും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്റേണൽ സോഴ്സ് ആണ് പറഞ്ഞത്. ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സിലും ഈ ബോക്സ് നിലനിൽക്കുന്നൊന്ന് പഠിച്ചു വെക്കാം. ഏതെല്ലാമാണ് ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും ഇന്നത്തേക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇന്റേണൽ സോഴ്സ് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ പറഞ്ഞു, ജോബ് പോസ്റ്റിംഗ് പറഞ്ഞു, എംപ്ലോയീസ് റെഫറൽ പറഞ്ഞു, ഫോർമർ എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷന് മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയീനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു തിരിച്ചു വിളിക്കുകയാണ്. മേ ബി അവര് ഹയർ എഡ്യൂക്കേഷനോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ലീവ് എടുത്തോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്തായിരിക്കും. ഒരു അവരുടെ കരിയർ അഡ്വാൻസ്മെന്റ് കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു അവരെ വെൽക്കം ചെയ്യുന്നു. പ്രീവിയസ് ആപ്ലിക്കൻസ് നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നു. എക്സ്റ്റേണൽ സോഴ്സുകളാണ് ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്. അപ്പം ഞാൻ അധികം എടുത്തില്ല. ഇന്റേണൽ സോഴ്സിൽ ആകെ 3 സോഴ്സുകൾ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തോളൂ. നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലെ പാർട്ട് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ചെറിയ തോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സൗണ്ട് ബ്രേക്ക് ആയത്. സോറി. ഓക്കെ കേട്ടോ, ശരി. താങ്ക് യു ഓൾ.